ഫെബ്രുവരി മാസം 18-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനമായ ഒരിക്കൽ കൂടി ദൈവകൃപയാൽ വിൻസെൻ്റ് തോമസ് ഓരോ ബുധനാഴ്ചയും നൽകിയ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം തീത്തോസിൻ്റെ ലേഖനം. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 3-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണാപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവെന്ന നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. നാം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ സ്വാതന്ത്ര്യം എന്താണ്? അത് ഒരു പുതിയ അനുഭവമായി, ഒരു പുതിയ കൽപ്പനയായി, ഒരു പുതിയ ദൈവവും ക്രിസ്തുവും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു പുതിയ ബന്ധത്തിൽ ഉള്ള ഒരു പുതിയ ഒന്നാണ് എന്നുള്ളത് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള ചില സ്വാതന്ത്ര്യങ്ങൾ, അതല്ല വിഷയം. നമ്മുടെ വിഷയം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അതെങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിനോടുള്ള ബന്ധത്തിൽ തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാൻ ഇടയായിത്തീർന്നു. നമുക്ക് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ തക്കവണ്ണം, സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ പ്ലാനും പദ്ധതിക്കുമായിട്ട് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ രൂപീകരിച്ച വീണ്ടെടുപ്പിൻ്റെ പദ്ധതി, കൃപയുടെ പദ്ധതി, വീണ്ടെടുപ്പ് മാത്രമല്ല കർത്താവേ, പാപത്തിൻ്റെ ക്ഷമയായ രക്ഷ, ഇവയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ, അത് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസത്തിലുള്ള നീതീകരണം അതെല്ലാം മനസ്സിലാക്കാൻ തക്കവണ്ണം വലിയ മാനുഷികമായ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. കാരണം അവിടെ ഞങ്ങളുടെ സൃഷ്ടാവാണ്, പുത്രനെ ഞങ്ങൾ രക്ഷിച്ചവനാണ്, ഞങ്ങളെ സ്നേഹിച്ചവനാണ്. അവൻ്റെ പുത്രൻ്റെ വെളിപ്പാടിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവനിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് എതിരായ പോരാട്ടമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പോരാട്ടത്തിൻ്റെ ചില വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല നാം ദൈവവചനം ഇനി പറയാൻ പോകുന്നത്. ആ സ്വാതന്ത്ര്യത്തിൽ, ഈ പുതിയതായിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിൽ, ദൈവം നൽകുന്ന, പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ശക്തമായ പോരാട്ടമുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു അവൻ സാത്താനാണ്. അവന് ഇംഗ്ലീഷിൽ സേറ്റൻ, ഡെവിൾ, ദി ഈവിൾ വൺ, അഡ്വേഴ്സറി, ഒരുപാട് നാമധേയങ്ങളുണ്ട്.
അവൻ നമുക്ക് വാസ്തവമായിട്ട് ഒരു ശത്രു തന്നെയാണ്. സ്വാതന്ത്ര്യത്തിനൊരു ശത്രുവുണ്ട്. ഒന്ന് പാപം, മരണം, മൂന്നാമത് സാത്താൻ. ചില വാക്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ഉദ്ധരിക്കുകയുണ്ടായി. 1 യോഹന്നാൻ്റെ ലേഖനം 3:8 പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച് നമ്മൾ തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോഴും അവിടെ നമ്മുടെ രക്ഷിതായ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യപ്രതി ഉദിച്ചപ്പോൾ, ആ ഉദിക്കുക എന്നുള്ള വാക്കാണ് അപ്പിയറിങ്. അതിനാണ് നമ്മൾ എപ്പിഫാനിയോ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എന്തിന് കർത്താവായ യേശു ക്രിസ്തു വന്നു? ഇവിടെ പറയുന്നത് 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് ഈ നശിപ്പിച്ച പ്രവൃത്തികൾക്ക് പകരമായിട്ട് സൽപ്രവൃത്തികൾക്ക് ഉത്സാഹമുള്ളവരാക്കി തീരും. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സാത്താൻ്റെ പ്രവൃത്തികളിൽ നിന്ന്, നാശത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് പുതിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടക്കുവാൻ തക്കമാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. നമ്മൾ സാത്താൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ചു. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. എന്തിനു കുരുടാക്കിയിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള തേജസ്, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ മഹത്വം കാണാതിരിക്കാൻ തക്കവണ്ണം നമ്മളുടെ ഈ ലോകത്തിൻ്റെ ദൈവം ഈ ലോകത്തിലെ മനുഷ്യരുടെ അവിശ്വാസികളുടെ ഹൃദയം അത് കുരുടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട്? സുവിശേഷത്തിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ മഹത്തായ യേശുക്രിസ്തുവിൻ്റെ മഹത്തേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനത്തിന് എതിരായിട്ട് നിൽക്കുന്ന സാത്താൻ മാത്രമല്ല, ഈ സാത്താൻ്റെ ഉപദേശങ്ങളും അവനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുന്ന മതങ്ങളും, പ്രത്യേകിച്ച് ക്രൈസ്തവ നാമധേയ സഭകൾ അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് ഈ വാക്യം വളരെ ശ്രദ്ധയോടെ ഓർക്കുകയും പഠിക്കുകയും മനനം ചെയ്യേണ്ടതും അതനുസരിച്ച് നമ്മുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. നമ്മുടെ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ. സാത്താനാണ് അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചു കൊള്ളുക. അപ്പോൾ നമ്മൾ അതിനുള്ള മറുവശം എങ്ങനെയാണ് ഈ ശത്രുവിനെ നേരിടേണ്ടത്, അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രതിരോധ ആയുധങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ഡിഫൻസ്, സുരക്ഷിതരായിരിക്കാൻ വേണ്ടി നമുക്ക് മാർഗങ്ങൾ ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഡിഫൻസ് എന്ന് പറയുന്നത്, പ്രതിരോധം. എന്നാൽ ഒഫൻസ് ഉണ്ട്. നമ്മൾ അവനെ ചെതിർത്ത് നിൽക്കുക മാത്രമല്ല, അവൻ്റെ കാര്യങ്ങളെ അത് പുറത്തു കൊണ്ടുവരികയും അതിനെ നമ്മൾ എതിർക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു തീ അണയ്ക്കാനായിട്ട് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, തീ അണയ്ക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കാം. വെള്ളം തണുപ്പിക്കും, അതിന് ചൂട് നഷ്ടപ്പെടും, അതിലൂടെ തീ കെടും. രണ്ടാമതായിട്ട്, ഒരു തീ ഉണ്ടാകണമെങ്കിൽ ചൂട് മാത്രമല്ല, ഓക്സിജൻ, പ്രാണവായു ആവശ്യമാണ്. അത് ഇല്ലാതിന് അതുകൊണ്ട് നമ്മൾ അത് വായു കടക്കാതെ തന്നെ മൂടിക്കളഞ്ഞാൽ പിന്നെ തീ അണഞ്ഞു പോകും. അതുപോലെ തന്നെ കത്തുന്ന സാധനങ്ങളിൽ നിന്ന് ഇനി കത്താനുള്ള സാധനങ്ങൾ, ചുറ്റുമുള്ള സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് തീ പിടിക്കത്തില്ല, അത് കെട്ടങ്ങ് അണഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു തന്ത്രമാണ് നമ്മൾ സാത്താനെതിരായിട്ട് ഉപയോഗിക്കേണ്ടത്, ദുഷ്ടതയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇന്ന് ദുഷ്ടതയെ ഒരു തീയായിട്ട് കണക്കാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചൂട്, അതുപോലെ തന്നെ പ്രാണവായു, അതുപോലെ തന്നെ ആ കത്തുന്ന ആ മെറ്റീരിയൽ. ഇപ്പോൾ മരമാണെങ്കിൽ മരം, ഇത് 3-ൽ 1 മാറ്റിക്കഴിഞ്ഞാൽ, 3 മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കെട്ടാണ്. ദുഷ്ടതയ്ക്ക് വേണ്ടി എതിരായിട്ട് നമ്മളിന്ന് പോരാടേണ്ടത്, 1 അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഐഡിയോളജി, അവരുടെ പ്രമാണങ്ങൾ, അവരുടെ വിശ്വാസ സത്യങ്ങൾ. 2, അതിനുള്ള പണം. പിന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓരോ നേതാക്കന്മാരും രാഷ്ട്രങ്ങളും ഒക്കെ അതിന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? 1 മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പലതും അതിന് സമാധാനം. അതുകൊണ്ട് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കി ദുഷ്ടനെതിരായിട്ട് സകല ലോകം ദുഷ്ടൻ്റെ അതിനെതിരെന്നാണ് വേദോസം പറയുന്നത്. എന്നാൽ അതിന് രക്ഷപ്പെട്ട കുറേ പേരുണ്ട്. അതാണ് ഈ ക്രിസ്ത്യാനികൾ, സഭ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ
ദുഷ്ടനെതിരായിട്ടുള്ള, ദുഷ്ടതയ്ക്കെതിരായിട്ടുള്ള, സാത്താനും പിശാചിനും ഒക്കെ എതിരായിട്ടുള്ള, അവരുടെ സേവിക്കുന്ന സ്നേഹിക്കുന്നവർക്കെതിരായിട്ടുള്ള ചില മാർഗങ്ങൾ എൻ്റെ ചെറിയ അറിവിൽ ഞാൻ പറഞ്ഞതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും എനിക്കും കൊള്ളാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊന്നും വായിക്കട്ടെ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന മനുഷ്യരെ പലപ്പോഴും അവരുടെ വസ്ത്രധാരണം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവരുടെ പല രീതികൾ കൊണ്ടും നമുക്ക് അവരുടെ വിശ്വാസങ്ങൾ എന്താണ്, അവൻ ദുഷ്ടനാണോ ശിഷ്ടനാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. അത് നമുക്കൊരു സാമാന്യ ബുദ്ധിയാണ്. ഭക്ഷണം, നമ്മുടെ പാർപ്പിടങ്ങൾ, നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ ദൈവമായിട്ടുള്ള അടുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ കണ്ട് അവരെ മനസ്സിലാക്കി അതിൻ്റെ പിന്നിലുള്ള സാത്താൻ്റെ കുടിലതന്ത്രങ്ങളാണ് നമുക്ക് എതിർക്കേണ്ടത്. മനുഷ്യന് എതിരായിട്ടല്ല, സാധാരണ പാവ മനുഷ്യങ്ങളാണ്. അവർ ദുഷ്ടൻ്റെ അധീനതയിലായിപ്പോയി. ആദാമിൻ്റെ പാപം നിമിത്തമാണ്. അതിനുശേഷം ഈ ദുഷ്ടൻ്റെ കീഴിലുള്ള ഒരുപാട് ആൾക്കാർ വന്ന് പലരെയും ജനലക്ഷങ്ങളെ, കോടികളെ ഇന്ന് അവർ അവൻ്റെ ഭാഗത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ദൈവം മനസ്സിലാക്കി നമ്മൾ തന്ത്രങ്ങളും, സാത്താൻ്റെ തന്ത്രങ്ങളും അവൻ്റെ ആയുധങ്ങളും അവനുപയോഗിക്കുന്ന മനുഷ്യരും അവരുടെ ആചാരങ്ങളും വസ്ത്രധാരണവും ഒക്കെ മനസ്സിലാക്കി നമ്മൾ അതിനെ കെടുത്താൻ തക്കവണ്ണമുള്ള ആ മനുഷ്യനെതിരായിട്ടുള്ളതല്ല, ആ മനുഷ്യൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്നതിനെതിരായിട്ട് നാം പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശരിയായ സ്വാതന്ത്ര്യം സാക്ഷാൽ ദൈവത്തെ സ്നേഹിക്കുക തന്നെ, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പറഞ്ഞത്. നമ്മൾ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം, ശരിയായ സ്വാതന്ത്ര്യം ദൈവവചന പ്രകാരമുള്ള ജീവിതമാണ്. ദൈവത്തെയും ദൈവവചനത്തെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. ശരിയായ സ്വാതന്ത്ര്യം ദൈവത്താലും ദൈവവചനത്താലും നിയന്ത്രിതമായ ജീവിതമാകുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏതാൻ തോട്ടത്തിലേക്ക് പോയത്. അവിടെ പാപമില്ല, സാത്താനില്ല, ദൈവവും ആദാമും ഹൗവയും വളരെ സമ്പൽ സമൃദ്ധമായത്. അവിടെ കൽപ്പന ഉണ്ടായിരുന്നു, അവിടെ നിയമങ്ങളുണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, അത് സൂക്ഷിക്കാനുള്ള കടമയുണ്ടായിരുന്നു. നമ്മളതിനെക്കുറിച്ച് കാര്യസ്ഥൻ എന്നുള്ള വാക്യം ഉപയോഗിച്ചത്. നമുക്ക് സ്റ്റുവേർഡ്ഷിപ്പുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ദൈവജനത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടമുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. സ്വാതന്ത്ര്യത്തിനൊരു ശത്രു, പാപം, മരണം, സാത്താൻ്റെ സ്വഭാവം, പ്രകൃതി, പ്രവൃത്തികൾ സംബന്ധിച്ച് ചില വാക്യങ്ങൾ നമ്മൾ ഓർപ്പിക്കുകയുണ്ടായി. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അത് 1 യോഹന്നാൻ 3:8. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 8-ാം അധ്യായം. നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമുക്ക് ശരിക്കറിയണം. ശത്രുവിന് ദുഷ്ടനാണെന്ന്, അവൻ്റെ ദുഷ്ടതയും അവൻ്റെ പ്രവർത്തനവും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മളതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, അതിന് പകരമായിട്ട് സ്വതന്ത്രരായി നമുക്ക് സൽപ്രവൃത്തികൾക്ക് നമുക്ക് ഉത്സാഹമുണ്ടാകുകയും ചെയ്യുകയുള്ളൂ. അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ, പിശാചിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളാണ്. അവൻ, പിശാച്, ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ബോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ബോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു. പിന്നെ പറയുന്നില്ല 45, ഞാനോ സത്യം പറയുന്നു. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം തന്നെയാണ്. ആ ദൈവവചനത്തിലെ പ്രധാന വ്യക്തി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. പിതാവ് പുത്രനിൽ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തി നമ്മൾ
പുത്രനിൽ വിശ്വസിച്ച് പിതാവുമായിട്ടുള്ള ബന്ധമാണ് ഈ ക്രിസ്തീയ ജീവിതം യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിശാചിൻ്റെ സ്വഭാവം നമുക്കറിയാം. കർത്താവ് തന്നെ പറഞ്ഞു, അവൻ ബോഷ്ക്ക് പറയുന്നവനും സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നവനാണ്. 2, അവൻ കൊലപാതകനാണ്. അവന് സത്യമില്ല എന്നുള്ളതും വ്യക്തമായ അവൻ ആദ്യം മുതൽ പിശാച് ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ സത്യമില്ലായക കൊണ്ട് സത്യം നിലനിൽക്കുന്നതുമില്ല. ഹി ഹാസ് നോ ട്രൂത്ത് ഇൻ ഹിം. ട്രൂത്ത് ഈസ് ക്രൈസ്റ്റ്. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യവും ജീവനും പുനരുത്ഥാനവുമാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവാണ്. വേറെ ആർക്കും നൽകുവാനോ അവരല്ലാതാനും. അവർ സത്യമില്ലായകയാൽ പിശാചിൻ്റെ കൊലപാതകന്മാരാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 1 പത്രോസ് 5:8 വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ചില മതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു പ്രാസംഗികനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് സ്റ്റാലിനും ലെനിനും നാസിയുടെ കീഴിലും കൊന്നതിൽ കൂടുതൽ ജനത്തെ കൊല്ലുന്ന മതങ്ങൾ ഇന്നുണ്ട്. ഏറ്റവും വലിയ കൊലപാതകികളായിട്ടുള്ള മതങ്ങൾ ഇന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ പിശാച് അലർന്ന സിംഹത്തിൽ ആരെ കൊല്ലേണ്ടു എന്ന് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാലും എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ പാപം, മരണം, സാത്താൻ ഇവയെ ജയിച്ച ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായി, സ്വർഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു. അന്നേരം കർത്താവ് യോഹന്നാനായ അപ്പസ്തോലിന് പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട് അവനോട് പറയുകയാണ്, വെളിപാട് 1:18, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലും എൻ്റെ കയ്യിലുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് പഴയ സ്വാതന്ത്ര്യത്തിൽ വിട്ട് ദൈവത്തിലും ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലുമുള്ള ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടിയുള്ള നിത്യതയുടെ പ്രത്യാശയോടുകൂടിയുള്ള ദൈവത്തോടുള്ള വാസം ആരംഭിച്ച് അത് തുടരേണ്ട ഒരു മനുഷ്യരെന്നുള്ള നിലയിലുള്ള സ്വാതന്ത്ര്യം, അതാണ് നമ്മുടെ സാക്ഷാൽ സ്വാതന്ത്ര്യം. കാരണം ഇത് നമുക്ക് നൽകാൻ പറ്റുന്ന ഏക വ്യക്തി കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. കാരണം അവൻ മരണത്തെ ജയിച്ചവനും പുനരുദ്ധാനം ചെയ്തവനും ഇന്ന് ജീവിക്കുന്നവനും. അവൻ ഞാൻ പറയുകയാണ്, ഞാൻ എന്നേക്കും ജീവിക്കുന്നു, ഞാൻ മരിച്ചു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. എന്നേക്കും, ഫോർ എവർ ഇസ് എ ലൈഫ് ഫോർ എവർ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഓർക്കേണ്ടത്. ഇതിൻ്റെ സംക്ഷേപമായിട്ട് സ്വാതന്ത്ര്യത്തിന് 3 വ്യക്തികൾ. ഒന്ന് യേശു ക്രിസ്തു. നമുക്കൊന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് ഇതിനെ നമ്മൾക്ക് ബോധ്യം വരുത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും അവർക്ക് ബോധ്യം വരുത്തും. 10-ാം വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പോയാൽ നിങ്ങൾക്ക് നല്ലത്. മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്ത്, സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയച്ചു. അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട ത്രിത്വത്തിൽ വ്യക്തിയാണ്. ഈ പരിശുദ്ധാത്മാവ്
ഈ പുത്രൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ, ഈ പുത്രൻ യേശു ക്രിസ്തു അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യം. രണ്ടാമതായിട്ട് വ്യക്തി പരിശുദ്ധാത്മാവാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവ്യ മരണം, പുനരുദ്ധാനം, സ്വർഗ്ഗാരോഹണം, പിന്നെ വലതുഭാഗത്തിൻ്റെ ഇരിപ്പിടം, തുടർന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു. വളരെ വളരെ ശക്തമായ ദൈവശാസ്ത്രത്തിൻ്റെ ഉപദേശങ്ങളാണത്. പുത്രൻ്റെ അടക്കം, പുനരുത്ഥാനം, സ്വർഗ്ഗാരോഹണം, അതിനുശേഷം സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ അയച്ചു എന്നുള്ളത്. അത് 14-ാം അധ്യായത്തിലാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം അതിപ്രകാരമാണ്: എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് തരും. അതിൻ്റെ 26-ാം വാക്യം: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്കും സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവ്, അവൻ്റെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ, കാൽവരി ക്രൂശ്, മരണവും പുനരുത്ഥാനവും സ്വർഗ്ഗാരോഹണവും, പരിശുദ്ധാത്മാവിനെ അയച്ചതും പിതാവിനോട് ചോദിച്ചവൻ അയച്ചതും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം: ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള, ഒരു കർത്താവ് യേശു ക്രിസ്തു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇന്ന് നാമധേയ ക്രൈസ്തവരുടെ ഇടയിൽ ഇത് വിശ്വസിക്കാത്തവരാണ്. ആര് പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും ആണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഇവിടെ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ ഉദ്ധരിച്ച് കാണിച്ചു. അതിൽ അങ്ങനെ വിശ്വസിക്കാത്തവർ, ത്രിത്വത്തിലെ സമത്വം വിശ്വസിക്കാത്ത സഭകൾ കൂടുതലാണ്. അത് മിക്കവാറും തന്നെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് കിഴക്കൻ സഭകളാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അത് പ്രശ്നമായിരിക്കും. യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിനും സ്വാതന്ത്ര്യത്തിനും അങ്ങനെ പുത്രൻ്റെ കൃപ, പിതാവിൻ്റെ കൃപ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക്. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്, ദൈവവചനം ആവശ്യമാണ്. അതുപോലെ ദൈവത്തിൻ്റെ സ്വഭാവം, കൃപ ആവശ്യമാണ്. കാരണം ദൈവം എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൃപയുടെ മഹത്വത്തിന് വേണ്ടിയാണ്. സോൾ ഫോർ ഹിസ് ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ദൈവത്തിൻ്റെ പദ്ധതിയുടെ തലക്കെട്ട് എന്താണ്? കൃപയാണ്. ആ കൃപ എങ്ങനെ വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയം. കൃപ വന്നതോ യേശുക്രിസ്തു മുഖാന്തരം. യേശുക്രിസ്തു നമുക്ക് കൃപ ലഭിച്ചത്. നമുക്കതിനു വേണ്ടി യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാം. എങ്ങനെയാണ് നമുക്ക് കൃപ ലഭിച്ചത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് അവിടെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്സെ, പിതാവിൽ നിന്ന് ഏകജാതൻ അവൻ്റെ തേജസ്സെ കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെ വാക്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 18-ാം വാക്യം വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവൻ ആരാണ്, അവൻ എന്തിനു വന്നു, അവൻ്റെ സ്വഭാവമെന്ത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപ അവൻ മുഖാന്തരം വന്നു.
അവൻ കൃപയുടെ സത്വസ്വരൂപമാണ്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിക്കാനും ഉയർത്തെഴുന്നേറ്റ് ഞാനാണ് കൃപയുടെ ആൾ എന്ന് പറയാനും അത് സാധിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃപ വന്നതോ യേശു ക്രിസ്തു മുഖാന്തരം, അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 14 മുതൽ ഈ വാക്യങ്ങളെല്ലാം ഞാനിത് വായിച്ച് പഠിച്ച് നിങ്ങളോട് അല്പാൽപമായിട്ട് പഠിക്കുക. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകൂ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവകൃപയിലുള്ള ജീവിതം സാക്ഷാൽ സ്വാതന്ത്ര്യത്തിനുള്ള ജീവിതമായിരിക്കും. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഓരോരോ കാര്യങ്ങൾ ദൈവം നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. ദൈവത്തെ സേവിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവവചനപ്രകാരമുള്ള ജീവിതം, ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ കൃപയിലുള്ള ജീവിതം, ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൃപയുടെ വ്യാപ്തി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ. എഗെയിൻ ഉദിച്ചുവല്ലോ എന്നുള്ള വാക്കാണ് അപ്പിയറിങ്, എപ്പിഫാനിയ എന്ന് പറയും. പ്രത്യക്ഷനായി വെളിപ്പെട്ടു. നമുക്കറിയാം തീർച്ചയായിട്ടും അത് പുൽക്കൂട്ടിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെക്കുറിച്ച് പറയുന്നവന് ഈ അപ്പിയേർഡ്, ഉദിച്ചു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ വെളിപ്പെട്ടു എന്ന് POC ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പരിഭാഷയാണ്. വെളിപ്പെട്ടു ഈസ് അപ്പിയറിങ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ടു മാൻകൈൻഡ്. അത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. എല്ലാ മനുഷ്യരെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നതെങ്കിലും നമ്മളതിലെ ആ സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ തക്കവണ്ണം അതിൻ്റെ വിവിധ ഭാഗങ്ങൾ, വശങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആഗ്രഹം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ശിശുക്കളായിട്ട് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ സാധിക്കുകയില്ലല്ലോ. അതിന് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ മേഖലകളിലും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം നമ്മൾ 11 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പലവട്ടം വായിച്ചു. അതുപോലെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവൃത്തികളല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. എന്നിട്ട് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, തീത്തോസ് അവൻ ആ സഭയുടെ ഉപദേശകനായിരുന്നു, ഇടയനായിരുന്നു. അവനോട് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹിതരായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാണ്. അതുകൊണ്ട് സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവർ, അതിൽ സൽപ്രവർത്തികളുണ്ട്, അത് മനുഷ്യന് ഗുണകരമായിരിക്കും. വിശ്വാസികൾക്കും സഭയ്ക്കും മാത്രമല്ല, സകല മനുഷ്യർക്കും അത് ഗുണകരം ആയിരിക്കും. ഈ തീത്തോസിൻ്റെ ലേഖനം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കും. ചില പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ പറയുന്നത് രക്ഷിതാവായ ദൈവം, ഗോഡ് ദി സേവിയർ എന്നാണ് ഇംഗ്ലീഷിൽ.
നമ്മുടെ രക്ഷിതാവ് ദൈവമാണ്. സഭയല്ല, സമൂഹമല്ല, സംഘടനകളല്ല, ഞാനല്ല, നിങ്ങളല്ല. നമ്മുടെ രക്ഷിതാവ് അത് സാക്ഷാൽ ദൈവം തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ വേദഭാഗത്ത് നമ്മുടെ പ്രസക്ത ഭാഗങ്ങളിൽ രണ്ടാമത്, രക്ഷിതാവായ ദൈവത്തിൻ്റെ കരുണയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ. ഈ മനുഷ്യപ്രീതി എന്നുള്ള വാക്കിലാണ് ഈ ഫിലാന്ത്രോഫി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മനുഷ്യന് വേണ്ടി അവരുടെ കഷ്ടപ്പാടുകളിൽ, അവരുടെ രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, ദാരിദ്ര്യത്തിൽ സഹായിക്കാനുള്ള ഫിലാന്ത്രോഫി ഒരുപാട് സംഘടനകളുണ്ട്. ഈ വാക്കിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ രക്ഷിതാവായ ദൈവത്തിന് കരുണയും മനുഷ്യപ്രീതി ഉദിച്ചു, വെളിപ്പെട്ടു. അതറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണത്. അപ്പോൾ ഈ ദൈവപ്രീതിയും മനുഷ്യപ്രീതിയും ദൈവത്തിൻ്റെ കരുണയും വെളിപ്പെട്ട് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതാണ് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമേ പറഞ്ഞ പരിശുദ്ധാത്മ നവീകരണം കൊണ്ടും തന്നെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു, ദൈവം നമ്മുടെ രക്ഷിതാവ്, യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവ്. ഇവിടെ എഴുതിയിരിക്കുകയാണത്, ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ലോ. അതുകൊണ്ട് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് അവകാശികളാവുക എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന, ഈ സ്വാതന്ത്ര്യത്തിലുള്ള, ദൈവവചനത്തിലുള്ള, പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നൊരു കാര്യമാണ് ഒന്ന്, നീതീകരണം. കൃപയാലുള്ള നീതീകരിക്കപ്പെട്ട അവകാശികളാവുക. നിത്യമായ അവകാശികളാകാൻ പോവുകയാണ് നമ്മൾ അവകാശികളാണ്. അത് നമുക്ക് ഭാവിയിൽ ദൈവം തരും. അതുകൊണ്ട് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവിടെ നിത്യജീവൻ്റെ നാം കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ട് മനുഷ്യപ്രീതി ഉദിച്ചു, പ്രത്യക്ഷപ്പെട്ടു, വെളിപ്പെട്ടു? യേശു ക്രിസ്തു എന്നിട്ട് മനുഷ്യാവതാരം നടത്തി, എന്നിട്ട് കാൽവരി കൃഷ്ണൻ മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്തു, സ്വർഗ്ഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഉദ്ദേശമാണ് കൃപയാൽ നീതീകരിക്കപ്പെടുമ്പോൾ അവകാശികൾ ആകുക എന്നുള്ളത് തന്നെയാണ്. കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് അവകാശികളാകുവാൻ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ ധാരാളമായി കാര്യങ്ങൾ പകർന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം. എന്തൊക്കെയാണ് ധാരാളമായി പകർന്ന കാര്യങ്ങൾ? ഒന്ന്, പുനർജന്മ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം. ഇതാണ് രക്ഷിതാവായ ക്രിസ്തു വഴി നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പുനർജന്മ സ്നാനം, പരിശുദ്ധാത്മാവ് നവീകരണം. അതുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ദൈവവചനം വഴി, തൻ്റെ ശുശ്രൂഷകന്മാർ വഴി, അപ്പസ്തോലിക ഉപദേശങ്ങൾ വഴി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ, വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് അവകാശികളായിത്തീരുന്നത് മാത്രമല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടക്കും. ആ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അതിൽ വ്യക്തിപരമായ ജീവിതമുണ്ട്, ഭക്ഷണമുണ്ട്, ദാമ്പത്യ ജീവിതമുണ്ട്, കുടുംബജീവിതമുണ്ട്, ദേശീയ ജീവിതമുണ്ട്, പ്രത്യാശയുടെ ജീവിതമുണ്ട്, നിത്യജീവനെക്കുറിച്ചുള്ള അവകാശികൾ എന്നുള്ള ബോധ്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തിൽ ദുഷ്ടനെ എതിർക്കുക, ദൈവത്തിൻ്റെ സർവായുധം ധരിക്കുക എന്നുള്ളതും ആ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ സംക്ഷേപമായിട്ട്, രക്ഷിതാവായ ദൈവത്തിലും രക്ഷിതാവായ യേശു ക്രിസ്തുവിലും ദൈവവചനത്തിലും വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികൾ ആയിരിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം അതിനു വേണ്ടിയാണ്. സൽപ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള ഉത്സാഹമുള്ളവർ. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ കൃപയാൽ വിശ്വാസ നീതീകരിക്കും? എന്തുകൊണ്ട് നമ്മൾ തൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ അയച്ചു പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു? ഇതിനു വേണ്ടിയാണ്. നമ്മൾ സൽപ്രവൃത്തികൾ ഉത്സാഹമുള്ളവരായിരിക്കാൻ മാത്രമാണ്. ഇതാണ് ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വിശ്വാസം നീതീകരിക്കപ്പെട്ട് സൽപ്രവൃത്തി ആയിരിക്കുന്നതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 4 കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥ 4 കാര്യങ്ങൾ വിശ്വാസികൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകും. ഒന്ന്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, വിശ്വാസയോഗ്യമായ വചനം. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും നമുക്ക് വേണ്ടി കരുണയിൽ ചെയ്തു തീർത്ത രക്ഷ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് നൽകും. സ്വാതന്ത്ര്യ ഉറപ്പ്
വിശ്വാസയോഗ്യമായ ദൈവവചനം തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൻ്റെ വചനം അത് മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു ഞാൻ സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. സാത്താനോ പിശാചെന്ന നുണയനും ബോഷ്ക്ക് പറയുന്നവനും തന്നിൽ നിന്ന് ഉണ്ടാക്കി പറയുന്നവനാണ്. തന്നിൽ നിന്നും അവൻ കൊലപാതകനുമാണ്. നമ്മുടെ കർത്താവ് ജീവൻ നൽകുന്നവൻ, ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ, യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നവൻ മാത്രമല്ല അവകാശികൾ കൂടിയാക്കി തീരും. ഇതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. പുത്രനെ അയച്ച് പുത്രൻ പ്രത്യക്ഷനായി അവൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തു ആകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട് ഞങ്ങൾ അവകാശികളാക്കി തീർത്ത വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിലാക്കുവാൻ, ജീവിക്കുവാൻ, തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.